കഥകളി മ്യൂസിയം പ്രൗഢിയോടുകൂടി ആരംഭിക്കുവാൻ മുൻകൈ എടുത്ത നമ്മുടെ സ്വന്തം ജനപ്രിയ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി ഐഷ പോറ്റി UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. നമ്മുടെ സംയോജനം സ്വദേശിയായ ശ്രീ അന്നേട്ടൻ അദ്വിജ നമസ്കാരം. LDF സ്ഥാനാർത്ഥിയായി KN ബാലഗോപാൽ, UDF സ്ഥാനാർത്ഥി ആയിഷ പോറ്റി, NDA സ്ഥാനാർത്ഥിയായി R രശ്മി. ശക്തമായ ത്രികോണ മത്സരമാണ് ഇത്തവണ കൊട്ടാരക്കരയിൽ നടക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറാനുള്ള സാധ്യതകളുണ്ട്, അത് തന്നെയാണ് ഉറപ്പ് എന്നുള്ള ആത്മവിശ്വാസത്തിൽ ശക്തമായിട്ടുള്ള പോരാട്ടമാണ് കൊട്ടാരക്കരയിൽ നടത്തുന്നത്. എന്നാൽ ഈ ത്രികോണ മത്സരം എന്നതിനേക്കാളുപരി സ്വന്തം പാർട്ടി വിട്ട് അല്ലെങ്കിലും ഇത്രയും കാലം വിശ്വസിച്ച പ്രസ്ഥാനം വിട്ട് UDF-ൽ ചേർന്ന വ്യക്തിയാണ് LDF-നെതിരെ മത്സരിക്കുന്നത് എന്നുള്ളതാണ് കൊട്ടാരക്കരയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. കൂറുമാറിയ ആൾക്ക് കൃത്യമായുള്ള മറുപടി ജനങ്ങൾ തന്നെ നൽകിക്കോളും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് സഖാക്കന്മാർ. എന്നാൽ ജനം വിശ്വസിക്കുന്നത് പ്രസ്ഥാനത്തെയല്ല, മറിച്ച് എന്റെ പ്രവർത്തനങ്ങളെയാണ് എന്നുള്ള ആത്മവിശ്വാസത്തിൽ ആയിഷ പോറ്റിയും നിൽക്കുന്നു. അതേസമയം NDA-യുടെ വളർച്ചയും രേഖപ്പെടുത്തുന്നുണ്ട് കൊട്ടാരക്കരയിൽ. എന്തായാലും ഇത്തവണ ആര് എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി മാറുകയാണ് കൊട്ടാരക്കര. വലിയ ആത്മവിശ്വാസത്തിലാണ് NDA സ്ഥാനാർത്ഥി നമ്മളോട് പ്രതികരിച്ചത്. ജനങ്ങൾ, പ്രിയപ്പെട്ട കൊച്ചുമക്കളടക്കമുള്ള ദൂരെയും ചാരയിൽ നിന്ന് ഈ സ്വീകരണ പരിപാടികൾ വീക്ഷിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ജനാധിപത്യ വിശ്വാസികളെ, പ്രിയമുള്ളവരെ, ഇവിടെ കൺകൊന്നയും താമരമൊട്ടുകൊണ്ടുള്ള മാലയും ഇട്ട് എന്നെ സ്വീകരിച്ച, ഷോൾ അണിഞ്ഞ് എന്നെ സ്വീകരിച്ച അദ്രജ അടക്കമുള്ള വാർഡ് പ്രസിഡന്റും ബൂത്ത് പ്രസിഡന്റുമാർ, മറ്റു പ്രിയപ്പെട്ട അച്ഛനമ്മമാർ, എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഒരായിരം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഈ വരുന്ന 20-ാം തീയതി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ നിന്ന് NDA-യുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശിസുകളും പ്രാർത്ഥനയും എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ആ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായമുണ്ടെങ്കിൽ തീർച്ചയായും ഒരു അവസരം ലഭിച്ചാൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ കൂടപ്പിറപ്പായി, മകളായി, സഹോദരിയായി, കൊച്ചുമക്കളുടെ അമ്മയായി ഈ പ്രദേശത്തിന്റെ സമഗ്രമായ വികസനത്തിന് ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഇത്തവണ വിജയമുറപ്പാണ് എന്ന് NDA സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും LDF സ്ഥാനാർത്ഥിയും ഒരേപോലെ പറയുന്ന, ഒരേപോലെ ആത്മവിശ്വാസം കാണിക്കുന്ന മണ്ഡലമാണ് ഇത്. ചരിത്രം നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നതെങ്കിൽ പോലും ആയിഷ പോറ്റിയുടെ കൂറുമാറ്റം അത് എത്രത്തോളം ബാധിക്കും എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ ജനങ്ങൾ സാധാരണ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ദൈനംദിന വിഷയങ്ങളിലെ കൃത്യമായിട്ടുള്ള വിശകലനത്തിലൂടെയാണ് അവർ പലപ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയത്തെ വിലയിരുത്താറുള്ളത്, വിധി എഴുതാറുള്ളത്. കഥകളി പെരുമയുള്ള കൊട്ടാരക്കര മണ്ഡലം 3 മുന്നണികളുടെയും പ്രധാനപ്പെട്ട സ്വപ്ന മണ്ഡലം കൂടെയാണ്. ഇവിടെ ഒരു വിജയം ഉറപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി കേരളത്തിലെ വലിയൊരു വിജയ ശതമാനം ഉറപ്പിക്കാം എന്ന മട്ടിലാണ് ഓരോ തിരഞ്ഞെടുപ്പിലും നേതാക്കന്മാർ രംഗത്തേക്ക് ഇറങ്ങാറുള്ളത്. ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരുപാട് പറയാനുണ്ട് കൊട്ടാരക്കരയെ സംബന്ധിച്ച്. പതിറ്റാണ്ടുകളോളം R ബാലകൃഷ്ണപിള്ള UDF പക്ഷത്ത് നിർത്തിയിരുന്ന മണ്ഡലം 2 പതിറ്റാണ്ടായി ഇപ്പോൾ ഇടതിനൊപ്പമാണ്. ചെങ്കൊടി വേരുറച്ച മണ്ഡലത്തിൽ KN ബാലഗോപാൽ നടപ്പാക്കിയ വികസന നേട്ടങ്ങൾ അത് വലിയ പ്രോഗ്രസ് കാർഡാക്കി ഇറക്കിക്കൊണ്ടാണ് ഇത്തവണ LDF വിജയം കൊയ്യാൻ ശ്രമിക്കുന്നത്. വലത് ചേർന്നൊഴുകിയിട്ടുള്ള കൊട്ടാരക്കരയെ ഇടത്തോട്ടൊഴുക്കുക എന്നുള്ളതാണ് പി ആയിഷ പോറ്റിക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മികച്ച പ്രകടനം നടത്തിയ R രശ്മിയെ സ്ഥാനാർത്ഥിയാക്കി ഇറക്കിയപ്പോൾ NDA-ക്കും പ്രതീക്ഷയേറെയാണ്. ഇരു മുന്നണികൾക്കും വെല്ലുവിളി ഉയർത്തുമ്പോൾ കൊട്ടാരക്കരയിലെ മത്സരം പ്രവചനാതീതമായി മാറും എന്നുള്ളത് ചുരുക്കം. KN ബാലഗോപാൽ CPM നേതാവ്, പി ആയിഷ പോറ്റി കോൺഗ്രസ്, R രശ്മി BJP, G സുരേഷ് EPI, മാമച്ചൻ ഡാനിയൽ ആം ആദ്മി പാർട്ടി, വിൽഫ്രൺ സഖാറിയസ് BSP എന്നിവരാണ് കൊട്ടാരക്കരയിലെ മറ്റ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ. കൊല്ലം തിരുമംഗലം ദേശീയപാതയും MC റോഡും സംഗമിക്കുന്ന കൊട്ടാരക്കരയിൽ മീനച്ചൂടിനെ വെല്ലുന്ന പ്രചാരണമാണ് 5 വർഷത്തിൽ നടപ്പാക്കിയിട്ടുള്ളത്.
1350 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള ആത്മവിശ്വാസത്തിൽ ഓരോ പ്രചാരണങ്ങൾക്കും ഇറങ്ങുന്നു KN ബാലഗോപാൽ. കൊട്ടാരക്കര IT പാർക്ക്, ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ്, KSRTC ഡിപ്പോ വികസനം തുടങ്ങി പദ്ധതികൾ ഏറെയുണ്ട് എന്നുള്ളതാണ് LDF നേതാക്കന്മാരുടെയും LDF ഭരണകൂടത്തിന്റെയും ആത്മവിശ്വാസം കൂട്ടുന്നത്. പ്രചാരണ രംഗത്ത് ഇടതുമുന്നണി പ്രവർത്തനങ്ങൾക്ക് ആത്മവിശ്വാസത്തിലിറങ്ങുമ്പോൾ അതേ ആത്മവിശ്വാസം UDF-നും UDF സ്ഥാനാർത്ഥിക്കും ഉണ്ട് എന്നതിലും യാതൊരു സംശയവും വേണ്ട. പാർട്ടി തന്നെ മാറ്റി നിർത്തിയപ്പോഴാണ് ഒരു മാറ്റം താൻ പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ ഒരു മാറ്റത്തിനായി താൻ തീരുമാനിച്ചത് എന്നത് ആയിഷ പോറ്റി പറയുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ അത് മനസ്സിലാക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഏതായാലും കൊട്ടാരക്കരക്കാരുടെ വിശ്വാസം ആർക്കൊപ്പമാണ്, അവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് LDF നേതാക്കന്മാർ ഇവിടെ വോട്ട് പിടിക്കാൻ ഇറങ്ങുമ്പോൾ അതേ ആത്മവിശ്വാസത്തിലാണ് UDF നേതാക്കന്മാർ എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ സ്ഥാനാർത്ഥി തന്നെയാണ്. കഴിഞ്ഞ 15 വർഷത്തോളം ജനവിധി തേടി വിജയിച്ച CPM-നൊപ്പം ചേർന്ന വ്യക്തിയാണ്, CPM-നൊപ്പം സഞ്ചരിച്ച വ്യക്തിയാണ് ഇന്നത്തെ UDF സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. വികസന നേട്ടം എന്നുള്ളതൊക്കെ പുറത്തു കാണുന്നത് മാത്രമാണ് എന്നും ഉള്ളിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റു പല വിഷയങ്ങളുമുണ്ട് എന്നും ചൂണ്ടിക്കാണിക്കുന്നു ആയിഷ പോറ്റി. ആ ജനവിധി തേടി വിജയിച്ച ആയിഷ പോറ്റിയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ടെന്നും സ്വാഭാവികമായിട്ട് ആ മനസ്സിലുള്ള കാര്യങ്ങൾ ജനങ്ങൾ ആയിഷ പോറ്റിക്ക് വോട്ട് നൽകുന്നതിലൂടെ ലഭ്യമാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് UDF. എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അധികാരത്തിനോ സ്ഥാനത്തിനോ വേണ്ടിയല്ല, CPM-ലെ അവഗണന കൊണ്ട് മാത്രമാണ് താൻ പാർട്ടി വിട്ടതെന്ന് ഇന്നും ആവർത്തിക്കുന്നു ആയിഷ പോറ്റി. അതേ കാര്യങ്ങൾ പ്രചാരണ കാര്യങ്ങൾക്ക് വേണ്ടി കൂടെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായി ഇവിടുത്തെ ജനങ്ങൾ മാറ്റി ചിന്തിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള വിലയിരുത്തലിലാണ് UDF നേതാക്കൾ. വികസിത കേരളം എന്ന BJP മുദ്രാവാക്യമാണ് ഇവിടെ മറ്റു പ്രധാനപ്പെട്ട വിഷയം. മോദി എഫക്ട് കാരണം കേരളത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള ആത്മവിശ്വാസത്തിൽ NDA നേതാക്കന്മാരും രംഗത്തേക്ക് ഇറങ്ങുന്നു. നമുക്കറിയാം, കേരളത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ BJP പിടിച്ചടക്കുന്നത്. ആ കോർപ്പറേഷൻ പിടിച്ചടക്കിയ അന്ന് മുതൽ, അതായത് ചെങ്കോട്ടയായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കിക്കൊണ്ട് BJP അവരുടെ സ്ഥാനം ഉറപ്പിച്ചതു മുതൽ കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി എന്നുള്ള ആത്മവിശ്വാസത്തിലേക്ക് NDA നേതാക്കന്മാരും രംഗത്തേക്ക് വരുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ കൊട്ടാരക്കര മണ്ഡലം എന്ന് പറയുന്നത് ത്രികോണ മത്സരത്തിന്റെ ഒരു പ്രധാന ഇടമായി മാറുന്നു എന്ന് ചുരുക്കം. കഴിഞ്ഞ തവണ ആദ്യമായി മത്സരിച്ചപ്പോൾ KN ബാലഗോപാലിന് 68,000-ലധികം വോട്ടുകൾ ലഭിച്ച ഇടമാണിത്. അതിനാൽ ഇക്കുറിയും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ സ്വപ്നം. മണ്ഡലത്തിൽ UDF-ന് ലഭിച്ചിട്ടുള്ള ഉയർന്ന വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രശ്മി നേടിയത് 57,956 വോട്ടുകളാണ്. എന്നാൽ ആയിഷ പോറ്റി ഇടതു സ്ഥാനാർത്ഥിയായ സമയത്ത് 2016-ൽ 83,000 വോട്ടുകളാണ് നേടിയത്. ഇത് UDF-ഉം ഇന്ന് സ്വപ്നം കാണുന്നുണ്ട്. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായിരുന്ന രശ്മി നേടിയ വോട്ടുകൾ താമര ചിഹ്നത്തിലും വീഴാമെന്ന സ്വപ്നം NDA-ക്കും ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ തീവ്രമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്ന് പറയേണ്ടി വരും. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് കൊട്ടാരക്കരയിലെ ജനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ കാത്തിരിക്കുന്നത് എന്നതും പറയേണ്ടി വരുന്നു. കൊട്ടാരക്കര ഒരു സാധാരണ രാഷ്ട്രീയ മണ്ഡലം മാത്രമല്ല, ദൈനംദിന ജീവിതത്തിലെ പ്രായോഗികമായ മാറ്റത്തിലൂടെ രാഷ്ട്രീയത്തെ അളക്കുന്ന ജനതയാണ് ഇവിടെ ഉള്ളത്. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരക്കര കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ്. ഒരു ഉൾനാടൻ വ്യാപാര കേന്ദ്രം എന്ന നിലയിലും അർദ്ധനഗര ഗ്രാമങ്ങളാൽ ചുറ്റപ്പെട്ട സർവീസ് ഹബ്ബ് എന്നുള്ള നിലയിലും ഈ മണ്ഡലം വളരെ പ്രബുദ്ധത നേടിയതാണ്. വമ്പൻ വാഗ്ദാനങ്ങളെക്കാൾ പൊതുസേവനങ്ങളുടെ ഗുണനിലവാരം, ജീവിത ചെലവ്, പ്രാദേശിക പ്രശ്നങ്ങൾ, ജനപ്രതിനിധി നടത്തുന്ന ഇടപെടലുകൾ എന്നിവയാണ് ഇവിടുത്തുകാർ പ്രധാനമായിട്ടും വിലയിരുത്താറുള്ളത്. വ്യാപാരവും ഉൾനാടൻ ജനവാസ മേഖലയും പേടുന്ന ഒരു ഭൂപ്രകൃതിയും അത്തരത്തിലുള്ള ജനങ്ങളുമായതുകൊണ്ട് തന്നെ ഇത്തവണത്തെ വോട്ട് എങ്ങോട്ട് എന്നുള്ള ഒരു ചോദ്യം പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. എന്തായാലും സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ബോധ്യം കൃത്യമായിട്ടുള്ള ഒരു ജനമാണ് ഇവിടെയുള്ളത്. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഈ KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ കഴിഞ്ഞ 10 വർഷമായി പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം കൂടെ ഒരു ചർച്ചാ വിഷയമായി മാറും എന്നത് ഉറപ്പാണ്. LDF, UDF, BJP എന്നതിനേക്കാൾ ഉപരി ഇവിടെ ഇനി ഒരു പിണറായി സർക്കാർ വരണോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഒരു ഉത്തരമാണ് ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് എന്നുള്ളത് ചുരുക്കി പറയേണ്ടി വരും.
അങ്ങനെയാണെങ്കിൽ കൊട്ടാരക്കര ഇത്തവണ ആർക്കൊപ്പം എന്നുള്ളത് അറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.